പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് ക്രോസ് ചെയ്ത ദിവസമാണ്. ഇന്നലെ ഒപ്പമെത്തി, ഇന്ന് ക്രോസ് ചെയ്തു. ബട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദിവസങ്ങൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു യാന്ത്രികമായ കാര്യമാണ്. ആളുകൾ ജവഹർലാൽ നെഹ്റു 1964 മരിച്ചുപോയി. മരിച്ചില്ലായിരുന്നെങ്കിൽ 1967 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തുടരും. ഒരുപക്ഷെ 67 തിരഞ്ഞെടുപ്പിലും ജയിച്ചു എന്ന് വരും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ദൈർഘ്യവും മറ്റ് സംഭവങ്ങളും ഒക്കെ ചേർന്ന ഒരു യാന്ത്രികമായ സാധനമാണ് ഈ ദിവസങ്ങൾ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു ഘടകമുണ്ട്. യഥാർത്ഥത്തിൽ നെഹ്റുവിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോദി ഇപ്പോൾ ചെയ്തത് ആർട്ടിക്കിൾ 370 കാശ്മീരിലെ, അത് നെഹ്റുവിൻ്റെ സൃഷ്ടിയായിരുന്നു, നെഹ്റുവിൻ്റെ മാത്രം സൃഷ്ടിയായിരുന്നു. അംബേദ്കർ പോലും അറിയാതെ പുറകുവശത്തൂടെ ഭരണഘടനയിൽ കയറ്റിവിട്ട സാധനമാണ് ആർട്ടിക്കിൾ 370. അത് എടുത്ത് കളഞ്ഞപ്പോൾ തന്നെ മോദി ഒരു ധാർമ്മികമായ അർത്ഥത്തിൽ നെഹ്റുവിനെ ഒന്ന് കടത്തിവെട്ടി. ഇനിയിപ്പോൾ അടുത്ത കടത്തിവെട്ടലായിരിക്കും ഈ POJKയിൽ അല്ലെങ്കിൽ POKയിൽ ഉള്ള ഇടപെടൽ. അത് എങ്ങനെ വേണം? എൻ്റെ ഒരു സാധാരണക്കാരനാണല്ലോ. എൻ്റെ ഒരു ദൃഷ്ടിയിൽ POK ഭാരതത്തിലേക്ക് ലയിക്കുന്നത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നത് നമുക്കൊരു നഷ്ടമായിട്ട് വരും. എൻ്റെ വിലയിരുത്തൽ, സത്യസന്ധമായ വിലയിരുത്തൽ, റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം ഇപ്പോഴും ഭാരതത്തിനായിട്ടില്ല. ശക്തമായ ഒരു ഭരണകൂടമുണ്ട്, പക്ഷേ ശക്തമായ ഭരണകൂടം മാത്രം പോരാ റാഡിക്കൽ ഇസ്ലാമിനെ കൈകാര്യം ചെയ്യാൻ. മാത്രമല്ല, വെല്ലുവിളികൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നു. റാഡിക്കൽ ഇസ്ലാമിൻ്റെ ബിഹേവിയറിലെ മാറ്റങ്ങൾ, ഈ കൊറോണയൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കുമല്ലോ, ഓരോ ടെക്നിക്സ് ഇങ്ങനെ മാറ്റിയിട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന, ആ മരുന്നിനെ ഓവർടേക്ക് ചെയ്ത്, ആ വാക്സിനെ ഓവർടേക്ക് ചെയ്ത്, ഇങ്ങനെ പുതിയ വെറൈറ്റി. അതുപോലെ പുതിയ വെറൈറ്റി ടെററിസവും സംഗതിയൊക്കെ ആയിട്ടാണ് ഈ റാഡിക്കൽ ഇസ്ലാമിൻ്റെ പോക്ക്. അതെത്ര കണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും? കാരണം ഏകദേശം 55 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ POKയിൽ. നമ്മൾ ആ സ്ഥലം പിടിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം പോസിബിളാണ്. രാജ്നാഥ് സിംഗ് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ കേന്ദ്ര ക്യാബിനറ്റിൽ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം POK നമ്മൾ പിടിച്ചെടുക്കണമെന്നാണ്. ഇപ്പോഴത്തെ ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാനിങ്. ഇത് പുറത്ത് പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ബട്ട് പാർലമെൻറ്റിൽ അതിൻ്റെ ഇടനാഴികളിൽ അവരുടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ പേര്, അതും കർത്തവ്യം ചേർത്തിട്ടാണ്. എനിവേ, ഇവിടെയൊക്കെയുള്ള സംസാരങ്ങൾ കുറച്ചൊക്കെ ഞാൻ കളക്ട് ചെയ്യും ചില സുഹൃത്തുക്കൾ വഴി. അങ്ങനെ കിട്ടിയ എൻ്റെ ഇംപ്രഷൻ 2027 മോദി നെഹ്റുവിൻ്റെ അടുത്ത തെറ്റും തിരുത്തും. അത് POK തിരിച്ചു പിടിക്കലാണ്. നെഹ്റുവാണ് കാശ്മീർ കൈകാര്യം ചെയ്യാം, പട്ടേലാണ് ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളെയും കൂട്ടിച്ചേർത്തത് പട്ടേലാണ്. നമ്മുടെ തിരുക്കൊച്ചി വരെ, മലബാർ, എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തത് പട്ടേലാണ്. കാശ്മീർ മാത്രം നെഹ്റു പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ നോക്കിക്കോളാം. അന്ന് പട്ടേൽ പറഞ്ഞു, ജവഹർലാൽ റോയേഗ, കരയും ജവഹർലാൽ ഈ കാശ്മീരെ വെച്ചിട്ട്. അതുപോലെ സംഭവിച്ചു. അരുൺ ഷൂറിയുടെ പുസ്തകത്തിൽ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ജവഹർലാൽ റോയേഗ എന്ന് പറഞ്ഞിട്ട് ഈ ചരിത്രം മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഏകദേശം കാശ്മീരിൻ്റെ 1/3 ഭാഗം പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും നെഹ്റു യുണൈറ്റഡ് നേഷൻസിൽ പോവുകയും കാശ്മീർ പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത് കോളമാക്കി. ഇപ്പോഴും അതൊരു തലവേദനയായിട്ട് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴാണ് ഒരു മേജർ ഓപ്പറേഷൻ നടത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള കാശ്മീർ തീർത്തും നമ്മുടെ ആയിട്ട് മാറി. മറ്റത് ഏത് നിയമം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയാലും ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ടു ത്രൂ ഔട്ട് ഇന്ത്യ
എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് എഴുതുമായിരുന്നു. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടുത്തെ അസംബ്ലി അപ്രൂവ് ചെയ്യണം. അപ്പോഴേ അവിടെ ക്രിമിനൽ നിയമം അവിടെ വേറെ ആയിരുന്നു. നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ്, കാശ്മീരിൽ റൺബീർ പീനൽ കോഡ്, RPC ആയിരുന്നു കാശ്മീരിൽ. ഇതൊക്കെ 370 വന്നപ്പോഴാണ് പലതും ജനങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഏകദേശം വേറൊരു രാജ്യം പോലെയാണ് കാശ്മീർ കടന്നത് ഈ 370 കാരണം. അപ്പോൾ ഇപ്പോൾ 370 കൊണ്ട് കാശ്മീർ മൊത്തം നമ്മുടെയായി, ടെക്നിക്കലി ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മുടെയായി. ഇനി ബാക്കിയുള്ളത് POK ആണ്. POK പിടിച്ചെടുക്കുന്ന ദിവസമായിരിക്കും നെഹ്റുവിനെ അടുത്ത സ്റ്റെപ്പിൽ മോദി ഓവർടേക്ക് ചെയ്യുന്നത്, which is likely to happen by 2027.